അങ്ങനെ ഇത്തവണത്തെയും ഫെബ്രുവരി 18 ശ്രീഷൻ്റെ ബർത്ത്ഡേ. ഒരുപാട് ആഘോഷങ്ങളൊന്നുമില്ല, ഞങ്ങൾ 3 പേര് മാത്രമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗോബി മഞ്ചൂരിയ. അച്ഛന് വെജിറ്റേറിയൻ ഇഷ്ടമല്ല. അച്ഛന് വെജിറ്റേറിയനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നില്ല അച്ഛന് വെജിറ്റേറിയൻ ഇഷ്ടം. അച്ഛന് വെജിറ്റേറിയൻ ഇഷ്ടമല്ല. സാരമില്ല, ഇന്ന് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ വല്ലതും ഉണ്ടാക്കും. പിന്നെ ചിക്കൻ ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, പിന്നെ ബ്രെഡ് പുഡിങ്, കേക്ക് ഉണ്ടാക്കുക. കേക്ക് ഉണ്ടാക്കുക. പിന്നെ വേറെ എന്താ വേണ്ടത്? സലാഡ് ഉണ്ടാക്കുക അല്ലേ? സലാഡ് ഏതാ വേണ്ടത്? സേമിയ അല്ലേ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത്? ബ്ലാക്ക് പായസം. ബ്ലാക്ക് പായസോ? ശർക്കര പായസം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ആ ഒരു തിരക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പ്രിപ്പറേഷൻ എല്ലാം തലേ ദിവസം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും ഷുഗർ ഫ്രീയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. മിക്സിയുടെ ജാറിലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ അത് കൊടുത്തു. അതിനുശേഷം ബ്രെഡിൻ്റെ പീസിലേക്ക് കുറച്ച് ജാം തേച്ച് കൊടുത്തിട്ടാണ് അതിന് മുകളിലേക്ക് കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പാലിലേക്ക് മൈദാപ്പൊടിയും കുറച്ച് വാനില എസൻസും ലൈറ്റായിട്ട് യെല്ലോ കളറും ചേർത്തിട്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, കളർ വേണമെന്നൊന്നുമില്ല. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഹോം മെയ്ഡ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ലെയറായിട്ട് ആപ്പിൾ ചെറിയ പീസായിട്ട് കനം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സൊക്കെ പൊടിച്ചിട്ട് അത് ഏറ്റവും മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ പായസത്തിനുള്ള പരിപ്പ് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആമിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ കാരമൽ പായസമായിരുന്നല്ലോ ഉണ്ടാക്കിയത്. സേമിയയുടെ കാരമൽ പായസമായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇവരുടെ ബർത്ത്ഡേ തമ്മിൽ ഒരു 6 ദിവസത്തെ ഗ്യാപ്പേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ബിരിയാണിക്കുള്ള ഉള്ളിയെല്ലാം എയർ ഫ്രയറിൽ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും എണ്ണ ഉപയോഗിക്കാതെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ബീഫ് ബിരിയാണിയിൽ ഈ ഫ്രൈ ചെയ്ത ഉള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബീഫ് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള പുതിനയില, മല്ലിയില. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാമേ. ഇതും ഞാൻ തലേദിവസം തന്നെയാണ് ചെയ്ത് വെച്ചത്. എന്നിട്ട് കുറച്ചൊന്ന് വേവിച്ച് വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം എല്ലാ മസാലയൊക്കെ നന്നായിട്ട് ആ പീസിലൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. കേക്ക് തലേദിവസം രാത്രി നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്നു. ഐസിങ് ഒക്കെ പിറ്റേ ദിവസം രാവിലെയാണ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നേ. ഈ ഒരു പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ഇപ്പോൾ തീരാനായിട്ടുണ്ട്. എന്നാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പൊടി വെച്ചിട്ടുള്ള ഇടിയപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് ബിരിയാണി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബീഫ്, ബാക്കി കൂടി വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒരു 2-3 വിസിലും കൂടെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് നമ്മുടെ ബീഫൊക്കെ വെന്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ അരി വേവിച്ച് ഊറ്റി കളഞ്ഞിട്ടാണല്ലോ എടുക്കുന്നത്. ഈ പ്രാവശ്യം അങ്ങനെയല്ല ചെയ്തത്. പാകത്തിന് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ നെയ്യും അതുപോലെ കുറച്ച് ഉള്ളി വറുത്തതും എല്ലാം കൂടെ ചേർത്തിട്ട് വറ്റിച്ചെടുത്ത് രാവിലെ തന്നെ ബിരിയാണിയുടെ കാര്യങ്ങളെല്ലാം ദം ചെയ്തങ്ങ് വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്കും നല്ല ചോറ് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ചോറിന് മുകളിൽ 2 ലെയറായിട്ടാണ് ഞാൻ ദം ചെയ്തെടുത്തത്. മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത് കൊടുത്തു. വറുത്ത ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ട്സ്, കുറച്ച് നെയ്യ്, മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്തത് കളറിന് വേണ്ടിയിട്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും വീട്ടിൽ കഴിക്കാനായിട്ട് ഉപയോഗിക്കാറില്ല. ബിരിയാണി ദം ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും മൈദയും മുളക് പൊടി,
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് തിളപ്പിച്ചെടുത്ത കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ തിളപ്പിച്ചപ്പോഴും കോളിഫ്ലവർ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കാറുണ്ടല്ലോ. ആ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ നേരത്ത് ആ മസാലയിലും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സോസുകളാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ടൊമാറ്റോ സോസും സോയാ സോസുമാണ്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സോസ് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വലിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വലിയ ചതുര പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഒരുപാടൊന്നും വെന്ത് പോകുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തേക്കണേ. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ചൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാൻ നേരത്താണ് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീഷേട്ടൻ പറഞ്ഞ ഒരിടയ്ക്ക് ശ്രീഷേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു, ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയല്ലോ. നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. പിന്നെ ചിക്കൻ്റെ കുറച്ച് ബോൺലെസ് പീസ് എടുത്തിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആമിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞിടെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മസാല ഉണ്ടാക്കി അതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്ത് കസ്തൂരി മേത്തിയും കൂടെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്ക് നല്ല ഫ്രഷ് ക്രീമാണ് കിട്ടിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അൽമറയുടെ ആകുമ്പോൾ ഇത് നല്ല ക്രീമാണ്, പെട്ടെന്ന് തന്നെ മെൽറ്റായി കറിക്കും നല്ല ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട്. തലേദിവസം റെഡിയാക്കി വെച്ചെങ്കിലും പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ കേക്ക് പുറത്തേക്ക് എടുത്തത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രീമിലേക്ക് നമ്മൾ പൗഡേർഡ് ഷുഗറും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഫ്രഷ് ക്രീം ഐസിങ് റെഡിയാക്കി എടുത്തത്. ഫ്രഷ് ക്രീമല്ല, ഐസിങ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഞാൻ നമ്മുടെ കറികളെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു 12 മണിക്കുള്ളിൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഐസിങ് ഒക്കെ ചെയ്തു. അതിൽ കുറച്ച് ഡെക്കറേഷൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തത്. കാരണം എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലല്ലോ, കേക്കൊക്കെ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ബാക്കി വന്ന ഐസിങ് റെഡിയാക്കി വെച്ചിരുന്ന പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീഷനും അമ്മയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും അങ്ങനെ ബിരിയാണി അധികം കഴിക്കാത്ത, പക്ഷേ എന്തോ എനിക്കും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിരുന്നു. പിന്നെ പായസം എല്ലാം കഴിഞ്ഞിട്ടാണ്, പിന്നെ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് പായസത്തിലേക്ക് ഞാൻ 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ശർക്കരയൊക്കെ ചേർത്ത് വേവിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. 1-ാം പാൽ ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ നേരത്താണ് നമ്മുടെ ഗോബി മഞ്ചൂരിയനിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്തിട്ട് കൊടുത്തതും ബട്ടർ ചിക്കനിലേക്ക് കസ്തൂരി മെത്തി പൊടിച്ചിട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് അറബിക് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് 4 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ലെറ്റൂസും ലെമണും കൂടെ ചേർത്തിട്ടും പിന്നെ സാദാ തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിഷസ്. നമ്മുടെ സ്നേഹം നമുക്ക് പലതരത്തിൽ പ്രകടിപ്പിക്കാമല്ലോ. അപ്പം ഇതും ഒരു തരം സ്നേഹപ്രകടനം തന്നെയാണ്. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കും സന്തോഷമുള്ള കാര്യമാണ്.
കേക്കായി നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.